പരിശുദ്ധ പരമദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 21 വ്യാഴാഴ്ച. പുതിയ പ്രഭാതം നൽകിയ നല്ല തമ്പുരാന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ ദിവസം മുഴുവനും ഈശോയുടെ ചങ്കോട് ചേർന്നിരുന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാ പ്രവർത്തനങ്ങളും ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 8-ാം വചനം ധ്യാനിക്കാം. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ഈശോ നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ് ഇന്നത്തെ വചനം. നിരാശപ്പെടാതെ കർത്താവിൻ്റെ മുമ്പിലായിരിക്കാൻ വേണ്ട കൃപ നൽകുന്ന വചനം. ആരുടെയും മുമ്പിൽ അടയ്ക്കപ്പെടാതെ എപ്പോഴും തുറന്നു കിടക്കുന്ന ഒരു വാതിലാണ് സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ. അവിടെയുള്ള ഏറ്റവും വിലയേറിയ സമ്പത്ത് യേശുവാകുന്ന സമ്പത്താണ്. അത് സ്വന്തമാക്കാൻ നിരന്തരം പരിശ്രമിക്കേണ്ടതിനെക്കുറിച്ചാണ് ഇന്ന് വചനഭാഗം ഓർമ്മിപ്പിക്കുക. ഈ ലോകജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കാര്യങ്ങളും അവിടുന്ന് നമുക്ക് തരും. സ്ഥിരോത്സാഹത്തോടുകൂടെ ചോദിക്കണമെന്ന് മാത്രം. കർത്താവെ, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ, ദൈവീക ദാനങ്ങൾ സ്വന്തമാക്കിയെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.